Hi dears, welcome to my channel. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഓണം സെലിബ്രേഷൻ്റെ ചെറിയൊരു വ്ളോഗായിട്ടാണ്. നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ വില്ലയിലുള്ള എല്ലാവരും കൂടി ആഘോഷിച്ച കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പുതിയൊരു ഫാമിലി കൂടി എത്തിയിട്ടുണ്ട്. ചേട്ടനെ എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വൈഫും കൂടി 2 ദിവസം മുന്നെയാണ് എത്തിയത് കേട്ടോ. അപ്പോൾ അവരുടെ ആഘോഷപ്രകാരം കുറേ കാര്യങ്ങളൊക്കെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം കുറേ നേരത്തെ എഴുന്നേക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ആകെ ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത് കേട്ടോ. നമ്മളെ യൂണിഫോമാണ്, എല്ലാരും എഴുന്നേറ്റ് കാണില്ല. മൂർത്തികളൊക്കെ ഓടുത്തു ഇങ്ങോട്ട് യൂണിഫോം ഇതൊക്കെ നമ്മള് രമേശിന്റെ കൊള്ളാം ജോബിച്ചേട്ടൻ കണ്ടാടോ. അതിന്റെ കാരണം ദാ ഈ ഒരു കുഞ്ഞുമണി തന്നെയാണ്. അവള് ഇന്നത്തെ ദിവസം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന ദിവസമൊക്കെ കരഞ്ഞു പിടിച്ചൊക്കെ എഴുന്നേറ്റ് വന്നു. എനിക്കൊന്ന് കുഞ്ഞുമക്കളുള്ള എല്ലാ വീട്ടിലത്തെ അവസ്ഥ തന്നെയായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കാത്ത രീതിയിൽ അവർ അന്നത്തെ ദിവസം വാശിയും കരച്ചിലും കുശുമ്പൊക്കെ തന്നെയായിരിക്കും. അങ്ങനെ ഒരു കുശുമ്പുത്തിയായിട്ടാണ് തിരുവോണ ദിവസം തന്നെ അവൾ എഴുന്നേറ്റ് വന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവന് ഏറ്റവും നല്ലൊരു ബർത്ത്ഡേ തന്നെ വിഷ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വില്ലയിലെ എല്ലാവരും കൂടിയിട്ടാണ് ഇതുപോലെ കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഓരോരാൾ ഓരോരോ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ആ ഒരു രീതിയിൽ നമ്മളെല്ലാവരും കൂടി ചെയ്തു വന്നപ്പോൾ വലിയൊരു സദ്യയാവുമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനോഹരനും ടീംസൊക്കെ കൂടിയിട്ട് കട്ടിങ്ങിലേക്ക് കടന്നിട്ടുണ്ട്. എൻ്റെ ഐറ്റം വന്നത് പുളിശ്ശേരി, അതുപോലെ തന്നെ രസം, മോര്, ഇതൊക്കെ ഒരു മെയിനായിട്ടുള്ളതായിട്ടും പിന്നെ കുറച്ച് കുഞ്ഞായിട്ടും പിന്നെ മെയിനായിട്ട് ചേച്ചി തന്നെയായിരുന്നു കൂടുതൽ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വെള്ളരിക്ക അതുപോലെ തന്നെ, അതായത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് വെള്ളരിക്കും കായൊക്കെ കട്ട് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ റൂംമേറ്റ് ആയിട്ടുള്ള മുബിയൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അവൾക്ക് അവിയലും അതുപോലെ തന്നെ ക്യാബേജ് തോരൻ ഉപ്പേരിയൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ എല്ലാവരും കൂടി തകൃതിയായിട്ട് നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാഹുലേട്ടൻ, അതായത് പുതിയ ഫാമിലിക്ക് കിട്ടിയിട്ടുള്ളത് പാലട പായസവും അതുപോലെ തന്നെ ഓലൻ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു മെയിൻ ഡിഷിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് കുഞ്ഞായിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. അവർക്ക് ഓലനും അതുപോലെ തന്നെ സ്പെഷ്യൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഐറ്റം കൂടി രാഹുലേട്ടൻ്റെ വക ഉണ്ടായിരുന്നു. അതായത് നമ്മൾ ഓലന് വേണ്ടിയിട്ട് മമ്പയർ, വലിയ പയറിങ്ങനെ വേവിക്കുമല്ലോ, അത് ബാക്കി വന്നത് കൂടി ഒരു പായസം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. അതിനിടയിൽ മനോഹരൻ ഫുഡൊന്നും കഴിക്കാണ്ടാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ഇടയിൽ സിയോ വന്നിട്ട് കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കാരണം ഈ ഓണം സെലിബ്രേഷൻ ടൈമിൽ നമ്മൾ നാട്ടിൽ നമ്മളെ ഫാമിലിനെയൊക്കെ മിസ് ചെയ്യുന്നൊരു സമയമാണല്ലേ. അപ്പോൾ ആ ഒരു മിസ്സിങ് ഒന്നും ഇല്ലാതെ നമ്മളെല്ലാവരും കൂടി ആഘോഷിച്ച് അടിപൊളിയാക്കിയിട്ടുള്ളൊരു ഓണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നമ്മളെ ഡ്രസ്സിൻ്റെ സ്പെഷ്യാലിറ്റി മനസ്സിലായോ. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഒരു ആഘോഷം, അതൊരു സെലിബ്രേഷൻ ടൈമിൽ നമ്മളെല്ലാവരും നൈറ്റി എടുക്കുന്നത് കേട്ടോ. അതൊരു ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയും കംഫർട്ടബിളായിട്ട് ഡ്രസ്സ് വേറെ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും, അതായത് കുക്കിംഗ് ടൈമിലുള്ള ഡ്രസ്സ് എന്നുള്ള രീതിയിൽ നമ്മളെ റൂമിലുള്ള എല്ലാവരും കൂടിയിട്ട് ഇതുപോലെ നൈറ്റി ഒക്കെ എടുത്തു. അത് നല്ലൊരു ഓപ്ഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കാരണം കംഫർട്ടബിളായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നൈറ്റ് ഒക്കെ ഇടാൻ എന്തൊരു സുഖമായിരുന്നു എന്നറിയാം. ചൂടും പോരാത്തതിന് എല്ലാ സ്റ്റൗവും ഒരേ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കറിയായിട്ട്. അപ്പോൾ നല്ല ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു അടിപൊളി ബൂസ്റ്റ് നമ്മൾ മുബിയൊക്കെ ഉണ്ടാക്കി തന്നു. അതൊക്കെ ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. കാരണം അത്രയും വേർത്ത് കുളിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഉണ്ടായത്. അതിനിടയിൽ നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു രാഹുലേട്ടൻ. അത് സിയൊക്കെ ഇവിടെ പൂവൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ മോൾ ആ ഒരു സമയത്ത് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ കുറച്ച് നേരം ഉറങ്ങിയതുകൊണ്ട് തന്നെ എൻ്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. കുറച്ച് കഴിഞ്ഞിട്ട് അവൾ എഴുന്നേറ്റ് വന്നു. അപ്പോഴേക്കും നമ്മൾ കറിയൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സിയാണ് അന്നത്തെ ദിവസം കുഞ്ഞിനെ നല്ല രീതിയിൽ നോക്കിയിട്ട് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടായത്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പോൾ നമ്മുടെ കറി ഇതൊക്കെയാണ് ഓൾമോസ്റ്റ് 10-20 ഐറ്റംസിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഫുള്ളി കവർ ചെയ്ത് വരുമ്പോൾ. എല്ലാം കൊണ്ടും നല്ല അടിപൊളി സദ്യ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റി. പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത് ഓരോ സമയത്ത് ഓരോ ആൾക്കാരായിരിക്കും. അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ അവിടെ ഇടയ്ക്ക് ഉണ്ടാവും. പക്ഷേ നമ്മളെല്ലാം കൊണ്ടും സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഫുഡിൻ്റെ സമയമായിട്ടുണ്ട്. അപ്പോഴേക്കും മനോഹരനും രാഹുലേട്ടനും എല്ലാവരും റെഡി ആയിട്ട് വന്നു ഒരു ട്രഡീഷണൽ ലുക്കിൽ. അപ്പോൾ ഇലയൊക്കെ നേരത്തെ തന്നെ ആവിധിക്ക് വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെ ഇരിക്കാനായിരുന്നു പ്ലാനിങ് കേട്ടോ. നല്ല നമ്മൾ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് നമുക്ക് സദ്യ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്ന് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ മെയിനായിട്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. ഇഞ്ചി, നാരങ്ങ, അതുപോലെ തന്നെ കൊണ്ടാട്ടം,
ചിപ്സ്, കായ് വറുത്തത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതൊക്കെ മെയിനായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 തരം അച്ചാറുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഉപ്പേരി, ബീട്രൂട്ട് പച്ചടി, നോർമൽ പച്ചടി, അവിയൽ, പപ്പടം, പഴം, പിന്നെ ചോറ്, സാമ്പാർ, പുളിശ്ശേരി, ഓലൻ, രസം, മോര്, 3 തരം പായസം, പാലടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പരിപ്പ് പ്രഥമൻ പോലെ ആക്കിയിട്ടുണ്ട്, പരിപ്പ് പ്രഥമൻ ഉണ്ടായിരുന്നു. പിന്നെ രാഹുലേട്ടൻ്റെ സ്പെഷ്യൽ പയറ് പായസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൊണ്ടും കിടുവായിട്ടുള്ളൊരു ഓണസദ്യ ആയിരുന്നു. പിന്നെ എല്ലാം ഞാൻ ഒരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസിൻ്റെ ആവശ്യമുണ്ടെന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു രസമല്ലേ, നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ആക്കൂലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. അപ്പോൾ ഓരോ പായസവും ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്പെഷ്യലി നമ്മൾ പയറ് എക്സ്ട്രാ വന്ന സമയത്ത് ഉണ്ടാക്കിയത്. അത് ഭയങ്കര അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ പാലട പായസം. പക്ഷേ ചെറിയൊരു വിഷമമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പാലട പായസം ബാക്കി വന്നത് കഴിക്കാനൊക്കെ മെയിനായിട്ട് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു. പക്ഷേ അതിൽ ഈച്ച വീണു, ആകെ വിഷമമായിപ്പോയി. പക്ഷെ അത് ഓർക്കുമ്പോൾ നമുക്ക് വിഷമം വരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ആ ഒരു വിഷമം നിങ്ങളോട് ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സദ്യ. ഇനി നമ്മളെല്ലാവരും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കുഞ്ഞുമണി ആദ്യമായിട്ടാണ് ഇതുപോലെ ഇലക്കിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതായത് ഒരു ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ സന്തോഷം തോന്നി എല്ലാവരും കൂടി ആയപ്പോൾ. ഈ ഒരു സമയത്ത് ചെറുതായിട്ട് മിസ് ചെയ്യുന്ന ഒരാളെന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി തന്നെ. പിന്നെ ഏട്ടനെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവൻ്റെ തിരുവോണത്തിൻ്റെ അന്നാണ് അവൻ്റെ ബർത്ത്ഡേ. അപ്പം നമ്മൾ നോൺ വെജ് ഒന്നും ഉണ്ടാക്കാറില്ല. അവന് വേണ്ടിയിട്ട് സദ്യ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കാരണം ബർത്ത്ഡേൻ്റെ സമയത്ത് നമ്മൾ നോണൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ ആ ഒരു ദിവസം സ്പെഷ്യലി മിസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. എല്ലാം കൊണ്ടും ഈ ഒരു ദിവസം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. പിന്നെ വൈകുന്നേരം ഈ ഒരു സദ്യ കഴിച്ചതിൻ്റെ കിക്കിലാണെന്നോ അറിയില്ല, കിടന്നതേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. നല്ല രീതിയിൽ ഉറങ്ങി. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ പ്ലാനിങ് തെറ്റിയിട്ടൊന്നുമില്ല. കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ കൂടിയും കുറച്ചധികം ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുമണി ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല അലമ്പായിരുന്നു. അവിടെ നിന്ന് അത് വലിക്കുന്നു ഇത് വലിക്കുന്നു എങ്ങനെയൊക്കെയോ കുറച്ച് നേരം പിടിച്ചിരുത്തി. പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പിന്നെ സ്പെഷ്യലി നമ്മുടെ രാഹുലേട്ടൻ നടന്നു കൊണ്ടുവന്നിട്ടുള്ള രാഹുലേട്ടനല്ല, അതില്ല, ബോളിയും പായസവും. നമ്മൾ നോർമലി ട്രിവാൻഡ്രം സ്റ്റൈലാണ് ഇത്രയും ഹെവി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ കൂടെ ബോളിയൊക്കെ കൂട്ടി കഴിക്കുന്നത്. പക്ഷെ നമുക്ക് ഇന്നും അതും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം നല്ലൊരു ഒരു ഫീലായിരുന്നു. അപ്പോൾ മനുവാട്ടനായിരുന്നു ഇതിൻ്റെയൊക്കെ ട്രയൽ. നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളെ മൂവിയാണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഓണസദ്യ. നല്ല ഹെവി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈകുന്നേരം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോസും കൂടി ഞാനിവിടെ ലാസ്റ്റ് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് നമ്മളെല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടായത്. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമായിരുന്നു. പെട്ടെന്ന് തീർന്നു പോയിട്ടോ. കാരണം കുറേ നാൾ മുന്നേ മുതലേ നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നൊരു ദിവസമായിരുന്നു. പക്ഷേ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓണം ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓണത്തിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും ആഘോഷിച്ചോ ഇല്ലെന്നൊക്കെ ഒന്ന് പറയാം. നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാവുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സീ യു, ടേക്ക് കെയർ.